Welcome to Plant Sapiens. So, ഇന്നത്തെ ക്ലാസ്സിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോസിൽ ജിംനോസ്പേംസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് എക്സാമ്പിളും then അതുകൂടാതെ അതിൽ വരുന്ന ലിവിങ് ഫോസിൽസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രൂ ഫോസിൽസ് ആൻഡ് ലിവിങ് ഫോസിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫോസിൽ ടെറിഡോഫൈറ്റ്സിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പാലിയോ ബോട്ടണിയിൽ വരുന്ന അടുത്ത ടോപ്പിക് ആണ് ഫോസിൽ ജിംനോസ്പേംസ്. സോ അതിന്റെ ക്യാരക്ടേഴ്സിലോട്ട് പോകാം. അപ്പം എന്താണ് ഫോസിൽ ജിംനോസ്പേംസ്? They are the extinct seed plants. Gymnosperm എന്ന് പറയുമ്പം seed bearing ആയിട്ടുള്ള plant ആണ്. Known only from fossils. Fossils നിന്ന് മാത്രം അവയുടെ അറിവുകൾ അവയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്ന അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന പാലിയോബോട്ടണിയുടെ അണ്ടറിൽ സ്റ്റഡി ചെയ്യുന്ന ജിംനോസ്പേംസിനെയാണ് ഫോസിൽ ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. അവ ലിവിങ് ഫോസിൽ എന്ന് പറയുമ്പോൾ അവ ഫോസിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, പക്ഷെ സ്റ്റിൽ ഇപ്പോഴും അവയിലുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അത്തരം കണ്ടീഷനിൽ നമ്മൾ അതിനെ ലിവിങ് ഫോസിൽസ് എന്നും പറയാറുണ്ട്. ഓക്കെ, then fossil gymnosperm എന്ന് പറയുമ്പോൾ പാലിയോസോയിക് ടു മീസോസോയിക് era. മെയിൻ ആയിട്ട് ജിംനോസ്പെർമി എന്ന് പറയുമ്പോൾ മീസോസോയിക് era ആണ് ട്ടോ നിങ്ങൾ പറയേണ്ടത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓപ്ഷനിൽ ചോദിക്കുമ്പോൾ മീസോസറി ആണ് സൈക്കഡ്സിന്റെ ഏജ് ആയിട്ട് പറയുന്നത്. മീസോസറിയിൽ നമ്മൾ 3 പീരീഡ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. then ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ്. ആക്ച്വലി ആ 3 പീരീഡ്സിലും ഡോമിനന്റ് ആയിട്ട് ജിംനോസ്പേംസ് കാണുന്നുണ്ട്. സോ മീസോസോയിക് era ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ മീസോസോയിക് era ആയിരിക്കും ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്ന ബെറ്റർ ആയിട്ടുള്ളത്. then ആ 3 ജുറാസിക്, ട്രയാസിക്, ക്രെറ്റേഷ്യസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ജുറാസിക് പീരീഡ് ആയിരിക്കും ഏജ് ഓഫ് സൈക്കഡ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ഓക്കെ, സോ ആക്ച്വലി ഈ ഒരു ജിംനോസ്പെർംസ് എന്ന് പറയുന്നത് ഫേൺസിന്റെയും ആൻജിയോസ്പെർംസിന്റെയും ഇടയിലുള്ള ഒരു എവല്യൂഷണറി ലിങ്ക് ആണെന്നും കൂടി ഓർത്തു വെക്കുക. then അവയുടെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സീഡ് ബിയറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വിത്ത് നേക്കഡ് ഒവ്യൂൾസ് ആയിരിക്കും. നേക്കഡ് ഒവ്യൂൾ ആയിട്ടുള്ള സീഡ് ഉള്ള പ്ലാന്റിനെയാണ് ജിംനോസ്പെർമി എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ്ലി വുഡി പ്ലാന്റ്സ് ആണ്. ഫേൺ ലൈക്ക് അല്ലെങ്കിൽ സൈക്കഡ് ലൈക്ക് ഫോളിയേജസ് ഒക്കെ ഉള്ള വുഡി പ്ലാന്റ്സ് ആണ് ജിംനോസ്പെർംസ് എന്ന് പറയുന്നത്. then അവ കോൺ അല്ലെങ്കിൽ സ്ട്രോബൈലി വഴിയാണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്പോറോഫിൽ ഉള്ള സ്ട്രക്ചേഴ്സും ഉണ്ട്. ഫേണിന്റെയും ജിംനോസ്പെർമിന്റെയും ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ജിംനോസ്പെർം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എക്സാമ്പിൾ വൈസ് ഓരോ ഫോസിൽ ജിംനോസ്പെർംസ് പഠിക്കാം. അതിൽ ഒന്നാമത്തെ മേജർ ഗ്രൂപ്പ്സിൽ വരുന്നത് സൈക്കഡോഫിലിക്കേൽസ് ആണ് ട്ടോ. അപ്പൊ ഈ സൈക്കഡോഫിലിക്കേൽസ് എന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് ടെറിഡോസ്പെർമൈൽസ് അല്ലെങ്കിൽ സീഡ് ഫേൺസ്. ഞാൻ ഒരു ഫോസിൽ ടെറിഡോഫൈറ്റ്സ് പഠിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആ ഒരു ടെറിഡോഫൈറ്റിൽ വരുന്ന ലാസ്റ്റ് ആ ഒരു സീഡ് ഫേണും ട്രൂ ഫേൺസും ഒക്കെ ഈ ഒരു ഫോസിൽ ടെറിഡോഫൈറ്റ്സിലായിരുന്നു ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രൂ ഫേൺസ് ഇപ്പോഴും ഫോസിൽ ടെറിഡോഫൈറ്റ്സിലാണ്, പക്ഷെ സീഡ് ഫേൺ എന്ന് പറയുന്നത് പിന്നീടുള്ള ആ ഒരു കാറ്റഗറീസ് ബേസ് ചെയ്തിട്ട് ജിംനോസ്പെർമിന്റെ അണ്ടറിൽ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ആയിട്ട് ഈ ഒരു സീഡ് ഫേൺസ് അല്ലെങ്കിൽ ടെറിഡോസ്പെർമൈൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ മറ്റൊരു പേരാണ് സൈക്കഡോഫിലിക്കേൽസ് എന്ന് പറയുന്നത്. സോ ഇവയിൽ നിന്നാണ് ആക്ച്വലി ജിംനോസ്പെർം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലേറ്റ് ഡിവോണിയൻ പീരീഡ് മുതൽ ജുറാസിക് പീരീഡ് വരെയുള്ള ലൈഫ് സ്പാൻ ഉള്ള ആൾക്കാരാണ് ഈ ഒരു സീഡ് ഫേൺസ്. അവയിൽ മെയിൻ ആയിട്ട് എക്സാമ്പിൾ ലൈജിനോടെറിസ്, മെഡിലോസ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഗ്ലോസോപ്റ്റെറിസ് ആണ് ട്ടോ. ഇവയെ കോമൺ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇവ ഫേൺ പോലെയാണ് കാണാൻ. ഇൻ വെജിറ്റേറ്റീവ് മോർഫോളജി അവയുടെ വെജിറ്റേറ്റീവ് മോർഫോളജി ഫേൺ പോലെയാണ്, പക്ഷെങ്കിൽ അവയ്ക്ക് സീഡ് പ്രസന്റ് ആണ്, ബട്ട് പ്രൊഡ്യൂസ്ഡ് സീഡ്. അതുകൊണ്ടാണ് സീഡ് ബെയറിംഗ് ആയിട്ടുള്ള ഫേൺസ് ആണ് സൈക്കഡോഫിലിക്കേൽസ് എന്ന് പറയുന്നത്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള ലാർജ് ആൻഡ് ഫേൺ ലൈക്ക് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. then അവയുടെ വാസ്കുലർ സിസ്റ്റം പ്രോട്ടോസ്റ്റിലിക് അല്ലെങ്കിൽ പോളിസ്റ്റിലിക് കണ്ടീഷൻ കാണുന്നുണ്ട്. അവയുടെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. then മെഗാസ്പോറോഫിൽ വലിയ ലാർജ് ലീവ്സ് ആണെന്ന് പറഞ്ഞല്ലോ. then മെഗാസ്പോറോഫിൽ സ്പോർ ബിയറിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ മെഗാസ്പോറോഫിലും പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ്. then ഒവ്യൂൾസ് ബോൺ ഓൺ ലീഫ് മാർജിൻ. നമ്മളെ ടെറിസിന്റെ ഒക്കെ ലീഫിന്റെ മാർജിൻസിലാണ് ആ ഒരു ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അവ കോൺസിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല, അത്രയും ആ ഒരു ടൈപ്പ് സ്ട്രക്ചേഴ്സും പ്രസന്റ് ആയിട്ടുണ്ട്. മൈക്രോസ്പോറോഫിൽസ് നോട്ട് ഓർഗനൈസ്ഡ് ഇൻ ടു സ്ട്രോബൈലി. മൈക്രോ ആൻഡ് മെഗാസ്പോറോഫിൽസ് ഉണ്ട്. ഇവയ്ക്ക് സ്ട്രോബൈലി ചിലതിൽ നല്ല രീതിയിൽ പ്രസന്റ് ആണ്, പക്ഷെ ചിലതിൽ കോൺസ് എൻക്ലോസ്ഡ് ആയിട്ടുള്ള മെഗാസ്പോറോഫിൽസ് ഇല്ലാത്ത കേസസും പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് എക്സാമ്പിൾ സൈക്കഡോഫിലിക്കേൽസിൽ വരുന്ന 3 എക്സാമ്പിൾസും നോക്കാം.
സോ എക്സാമ്പിൾ ബേസ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ലൈജിനോപ്റ്റെറിസ് ആണ്. ഒരു ലൈജിനോപ്റ്റെറിസിന്റെ പ്രത്യേകത നോക്കിയാൽ ക്ലൈംബിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രാംബ്ലിംഗ് പ്ലാന്റ് ആണ് ലൈജിനോപ്റ്റെറിസ്. അവിടെ സ്റ്റെം പ്രോട്ടോസ്റ്റീലിക് ആണ് വിത്ത് സെക്കൻഡറി ഗ്രോത്ത് ആണ്. സോ ഈ ഒരു ലൈജിനോപ്റ്റെറിസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ക്യാരക്ടേഴ്സ്, അവയുടെ ഫോളിയേജ് എന്ന് പറയുന്നത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ്, ഫേൺ ലൈക്ക് ആയിട്ടുള്ള ഫോളിയേജ് ആണ്. ദെൻ അവയുടെ സീഡ്സ് ജിംനോസ്പെർമസ് ആയിട്ടുള്ള സീഡ്സ് ആണ്. ആ ഒരു സീഡിന്റെ പ്രത്യേകത നല്ല രീതിയിൽ പഠിക്കണം. സീഡ്സ് എന്ന് പറയുന്നത് ക്യുപ്യൂൾ ലൈക്ക് സ്ട്രക്ചർ, അവയെ ക്യുപ്യൂൾ തന്നെയാണ് പറയുന്നത്. ചില രീതിയിൽ പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ഒവ്യൂളിനെ കവർ ചെയ്തിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനെയാണ് ആക്ച്വലി ക്യുപ്യൂൾ എന്ന് പറയുന്നത്. ആ ഒരു ക്യുപ്യൂള് പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു ക്യുപ്യൂളിൽ നിന്നാണ് ഈ ഒരു സീഡ് ബോൺ ചെയ്യുന്നത്. ഈ ഒരു ലൈജിനോപ്റ്റെറിസിന്റെ സീഡ്സ് എന്ന് പറയുന്നത് നേക്കഡ് സീഡ് ആണല്ലോ. ആ ഒരു നേക്കഡ് സീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒവ്യൂള് എന്ന് സിംപ്ലി പറയാം. ആ ഒരു ഒവ്യൂള് ലൈജിനോപ്റ്റെറിസിലുള്ള ആ ഒരു ഒവ്യൂളിനെ നമ്മൾ വിളിക്കുന്ന പാലിയോ ബോട്ടണിയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു നെയിം ആണ് ലെജനോസ്റ്റോമ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് ലെജനോസ്റ്റോമ എന്ന് പറയുന്നത്. ലൈജിനോപ്റ്റെറിസിന്റെ സീഡ്സിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ലൈജിനോപ്റ്റെറിസുമായിട്ട് മോർ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അവയുടെ പല ഭാഗത്ത് നിന്ന് അവയുടെ കുറെ പാർട്ടുകൾ യൂസ് ചെയ്തിട്ട് അവയെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഒരു ഹോൾ പ്ലാന്റ് കമ്പോണന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതായത് ഈ ഒരു ലൈജിനോപ്റ്റെറിസിന്റെ സ്റ്റെം ആയിട്ട് നമ്മൾ ഫോസിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ലൈജിനോപ്റ്റെറിസ് ഓൾഡാമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നാണ് കേട്ടോ. അതേപോലെ സീഡ് കണ്ടുപിടിച്ചിട്ടുള്ളത് ലൈജിനോസ്റ്റോമ, ലെജനോസ്റ്റോമ ലൊമാക്സി എന്ന് പറയുന്ന ഒരു ഫോസിലിൽ നിന്നാണ് ലൈജിനോപ്റ്റെറിസിന്റെ സീഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് അവയുടെ ഒവ്യൂളിനെ ലെജനോസ്റ്റോമ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അവയുടെ ഫോളിയേജും റൂട്ടും പീറ്റിയോളും ഒക്കെ പല ഫോസിൽ പാർട്ട് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഹോൾ പ്ലാന്റിനെയാണ് ലൈജിനോപ്റ്റെറിസ് എന്ന് പറയുന്നത്. ലെജനോസ്റ്റോമ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. അവയിൽ നിന്നാണ് അവയുടെ സീഡ് ആ ഒരു പാർട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവയെ ഒവ്യൂൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ലൈജിനോപ്റ്റെറിസിന്റെ പ്രത്യേകത. ക്യാപിറ്റേറ്റ് ആയിട്ടുള്ള ഗ്ലാൻഡും കൂടി, അതായത് ഇവയുടെ സീഡ്സ് ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്റ്റോക്ക് ഒരു കുറെ ഗ്ലാൻഡ് വഴി സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഗ്ലാൻഡ്സ് പ്രസന്റ് ആണെന്ന് കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തേത് മെഡുലോസ ആണ് കേട്ടോ. മെഡുലോസ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ ആണ്. മെഡുലോസ ട്രീ ലൈക്ക് ആണ്. ഇത് ക്ലൈംബിംഗ് ആണെങ്കിൽ മെഡുലോസ ട്രീ ലൈക്ക് ആണ്. പോളിസ്റ്റീലിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സെക്കൻഡറി വുഡ് പ്രസന്റ് ആണ്. അവയുടെ ലീവ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റ്സിൽ ഉള്ള ആ ഒരു ഫേൺ പോലെയുള്ള ലീവ്സ് ആണ് ഉള്ളത്. ഈ ഒരു ലീവ്സിലാണ് മോഡിഫൈ, എല്ലാ ലീവ്സിലും അല്ല, മോഡിഫൈ ചെയ്തിട്ടുള്ള ചില ലീവ്സിൽ മാത്രം സീഡ്സ് പ്രസന്റ് ആണ്. ഈ ഒരു സീഡ്സ്, ഈ ഒരു മെഡുലോസ എന്ന് പറയുന്ന ഈ ഒരു ഫോസിൽ പ്ലാന്റ് അലിത്തോടെറിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് വേറെ ഒരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് കേട്ടോ. അലിത്തോടെറിസ് എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു കാർബോണിഫറസ് പെർമിയൻ പീരീഡിലുള്ള ഒരു സീഡ് ഫോണിന്റെ ഫോളിയേജ് ലീവ്സ് മാത്രം കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു അലിത്തോടെറിസ് എന്ന് പറയുന്നത്. ആ ഒരു ഫോളിയേജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മെഡുലോസയുടെ ഫോളിയേസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഓരോ ജിംനോസ്പോംസും ആസ് എ ഹോൾ നമ്മൾ പഠിക്കുന്നത് ഓരോ പാർട്ടിൽ നിന്നും കിട്ടിയ ഓരോ പാർട്ട് ഓഫ് ഫോസിൽസ് കൂട്ടിച്ചേർത്ത് അവയെ റീകൺസ്ട്രക്ട് ചെയ്ത് ആസ് എ ഹോൾ പ്ലാന്റ് ആക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ചില അസോസിയേറ്റീവ് ലെജനോസ്റ്റോമ എന്നൊക്കെ പറയുന്ന പോലെ ചില ടേംസ് ഇതിന്റെ കൂടെ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലോസോപ്റ്റെറിസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോസിൽ പ്ലാന്റ് ആണ് ഗ്ലോസോപ്റ്റെറിസ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്ലോസോപ്റ്റെറിസിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഇവയുടെ ലീവ്സ്, ഇത് ഞാനൊരു ഹോൾ പിക്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. അവയുടെ ഗ്ലോസോപ്റ്റെറിസ്, ഗ്ലോസോ എന്ന് വെച്ചാൽ ടങ് എന്നുള്ള മീനിങ് ആണ്. ടങ് ഷേപ്ഡ് ആയിട്ടുള്ള സിമ്പിൾ ലീവ്സ് ആണ്. കുറച്ചും കൂടി വലിയ ടങ് ഷേപ്ഡ് ആയിട്ടുള്ള സിംഗിൾ ലീഫ്, ഇവയെ ടങ് ഫേൺ എന്നും പറയാറുണ്ട്. ഓക്കെ, അവയാണ് ഗ്ലോസോപ്റ്റെറിസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അവയിൽ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള റെറ്റിക്കുലേറ്റ് വീനേഷൻ പ്രസന്റ് ആണ്. ഗ്ലോസോപ്റ്റെറിസിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ പ്രസന്റ് ആണ്. അവയുടെ റീപ്രൊഡക്ഷൻ വഴി സീഡ് ആണ് എന്ന് പറഞ്ഞു. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സീഡ് ആണ് എന്ന് പറഞ്ഞു. ഇവയുടെ സീഡ്സ് ഫെർട്ടൈൽ ആയിട്ടുള്ള ലീവ്സ്, സീഡ്സ് പ്രസന്റ് ആയിട്ടുള്ള ലീവ്സിന് ഫെർട്ടൈൽ ലീവ്സ്
ലീവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫെർട്ടൈൽ ലീവ്സ് എന്നാണ് പറയുന്നത്. ദെൻ ഈ ഒരു ഗ്ലോസോപ്റ്റെറസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റി, നമ്മൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഇവയുടെ പ്രസൻസ്. അതായത് ഗോണ്ട്വാന ഐലൻഡിലുള്ള അല്ലെങ്കിൽ ഗോണ്ട്വാന കോണ്ടിനെന്റിലുള്ള ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ഫ്ലോറയാണ് ഗ്ലോസോപ്റ്റെറിസ്. സോ അതുകൊണ്ട് തന്നെ ഗ്ലോസോപ്റ്റെറിസ് എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോസിൽ ജിംനോസ്പേം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഗ്ലോസോപ്റ്റെറിസ് ആണ്. ഓക്കെ, ഗ്ലോസോപ്റ്റെറിസ് ആണ്. സോ ഇവയുടെ റൂട്ട്, ഒരു പോയിന്റും കൂടി ഇവിടെ ഓർത്ത് വെക്കുക. ഇവയുടെ റൂട്ടിന് നമ്മൾ വേർട്ടിബ്രേറിയ എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. വേർട്ടിബ്രേറിയ, ആ ഒരു എന്താ എഴുത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വേർട്ടിബ്രേറിയ എന്ന് പറയാൻ കാരണം ഇവയുടെ യുണീക്ക്, അവയുടെ റൂട്ടിന് ചെറിയ ചെറിയ ചാമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, യുണീക്ക് ചേമ്പേഴ്സ് പ്രസന്റ് ആയിട്ടുണ്ട്. ദെൻ അവയുടെ ഇന്റേണൽ സ്ട്രക്ചറും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവയുടെ റൂട്ടിനെ വേർട്ടിബ്രേറിയ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. വേർട്ടിബ്രേറിയ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന് കാരണമാകുന്നുണ്ട്. ദെൻ കോൾ ഫോർമേഷനും ചെറിയ രീതിയിൽ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. സോ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോസിൽ ജിംനോസ്പേംസിന്റെ ക്യാരക്ടേഴ്സിൽ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. രണ്ടാമത്തെ ആ ഒരു കാറ്റഗറി ബെന്നറ്റിറ്റെയിൽസ് ആണ്. ബെന്നറ്റിറ്റെയിൽസ് അല്ലെങ്കിൽ സൈക്കഡിയോഡെയിൽസ് എന്ന് പറയും. നമ്മൾ സൈക്കഡുമായിട്ട്, സൈക്കസുമായിട്ട്, സൈക്കാഡ് ലൈക്ക് ആയിട്ടുള്ള പ്ലാന്റുമായിട്ട് എന്താ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോസിൽ കാറ്റഗറി ഏതാന്ന് ചോദിച്ചാൽ ബെന്നറ്റിറ്റെയിൽസ് ആണ്. അവയുടെ ജിയോളജിക്കൽ റേഞ്ച് എന്ന് പറയുന്നത് ട്രയാസിക് മുതൽ ക്രെട്ടേഷ്യസ് ആയിട്ടുള്ള പീരീഡ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ജുറാസിക് പീരീഡിലാണ് ഇവ ഡോമിനേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ബാക്കി നമ്മൾ പഠിച്ചതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവയുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടർ, അവ കുറച്ചും കൂടി ഷോർട്ട് സ്റ്റൗട്ട് ആയിട്ടുള്ള സ്റ്റെം അല്ലെങ്കിൽ ട്രങ്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള ലീഫ് ബേസ് ആയിരിക്കും ഇവയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അവയുടെ ലീവ്സ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ്. സൈക്കസിന്റെ പോലെ, സൈക്കാഡ് പോലെയുള്ള ലീവ്സ് ആണ്. ഓക്കെ, അവ സ്പൈറലി, ആ ഒരു സ്റ്റെമ്മിന്റെ ട്രങ്കില് ക്രൗൺ അല്ലെങ്കിൽ സ്പൈറലി ആയിരിക്കും ആ ഒരു ലീവ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവയിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സൈക്കഡിയോഡിയ, ബെന്നറ്റൈറ്റ്സ് ആൻഡ് വില്യംസോണിയ ആണ് ഇവയിൽ വരുന്ന എക്സാമ്പിൾസ്. അവയുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പഠിച്ചാൽ സ്ട്രോബൈലി ആണ്. വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഫ്ലവർ ലൈക്ക് ആയിട്ടുള്ള സ്ട്രോബൈലി, ഫ്ലവർ ലൈക്ക് ആയിട്ടുള്ള സ്ട്രോബൈലി അല്ലെങ്കിൽ കോൺ പ്രസന്റ് ആണ്. ആ ഒരു സ്ട്രോബൈലി അല്ലെങ്കിൽ കോൺ ബൈസ്പൊറാഞ്ചിയേറ്റ് ആണ്. അതായത് ഒരു സ്ട്രോബൈലിയിൽ തന്നെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട് അല്ലെങ്കിൽ പോളനും ഒവ്യൂൾസും പ്രസന്റ് ആയിട്ടുള്ളത്. അവ ഒവ്യൂൾ പ്രസന്റ് ആയിട്ടുള്ളത് ഒരു സെൻട്രൽ റിസപ്റ്റക്കിളിന്റെ മുകളിലാണ് ഒവ്യൂള് പ്രസന്റ് ആയിട്ടുള്ളത്. മൈക്രോസ്പോറോഫിൽ ഉണ്ടല്ലോ, മൈക്രോസ്പോറോഫിൽ എന്ന് പറയുന്നത് സിനാഞ്ചിയ പ്രസന്റ് ആണ്. ബിയർ പെയേർഡ് പോളൻ സാക്ക്, ആ ഒരു പോളൻ സാക്കിനെ സിനാഞ്ചിയ എന്ന് പറയാറുണ്ട്. ഈ ഒരു സ്ട്രോബൈലി എന്ന് പറയുന്നത് ആ ഒരു സ്ട്രോബൈലിയുടെ പെറ്റൽ ലൈക്ക് ബ്രാക്സ് വെച്ച്, ആ ഒരു സ്ട്രോബൈലി കുറെ ബ്രാക്ട് വെച്ച് കവേർഡ് ആണ്. അപ്പൊ ആ ഒരു ബ്രാക്ട് എന്ന് പറയുന്നത് പെറ്റൽ പോലെയുള്ള ബ്രാക്ട് ആണ്. അതുകൊണ്ടാണ് ഒരു ഫ്ലവറിന്റെ റിസംബ്ലേജ് കിട്ടുന്നത് കൊണ്ടാണ് ഇവയെ ഫ്ലവർ ലൈക്ക് സ്ട്രോബൈലി എന്നുള്ള പേരും കൂടി ഒരു ബെന്നറ്റിറ്റെയിൽസിൽ വരുന്ന മെമ്പേഴ്സിന് പറയുന്നത്. ഇവയുടെ എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തത് ബെന്നറ്റൈറ്റ്സ് ആണ്. സൈക്കഡിയോഡിയ, നമ്മൾ ഇന്ന് കാണുന്ന സൈക്കാഡ്സ് പോലെയുള്ള അല്ലെ. അപ്പൊ സൈക്കഡിയോഡിയ ജിഗാർട്ടിയ എന്ന് പറയുന്ന ഒരു സ്പീഷീസിന്റെ ഒരു കാർട്ടൂണൈസ്ഡ് ഇമേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവയുടെ സ്റ്റെം എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റൗട്ട് ആയിട്ടുള്ള ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്റ്റെം ആണ്. ദെൻ അവയുടെ ലീഫിന്റെ ബേസസ് ഉണ്ടായിരിക്കുമല്ലോ, ആ ലീഫ് ബേസ് കവേർഡ് പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള ലീഫ് ബേസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഇവിടെയൊക്കെ കുറെ മുള്ളു പോലെ ഉണ്ടാവും. പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള ലീഫ് ബേസസ് ആണ് അവയൊക്കെ. അവയുടെ ക്രൗണില് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള വേൾഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ലീവ്സ് പ്രസന്റ് ആണ്. ദെൻ സ്റ്റെമ്മിലായിരിക്കും, ആ ഒരു സ്റ്റെമ്മിന്റെ ടിപ്പിലൊക്കെയാണ് ആ ഒരു സൈക്കഡ്സിന്റെ കോണ് കാണുന്നത്. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് സ്റ്റെമ്മിലൊക്കെ ആയിരിക്കും എംബെഡ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു സൈക്കഡിയോഡിയയിലേക്ക്. ദെൻ സ്ട്രോബൈലി ബൈസ്പൊറാഞ്ചിയേറ്റ് ആണ് എന്ന് പറഞ്ഞു. ദെൻ ആ ഒരു കോണിനെ സറൗണ്ട് ചെയ്തിട്ട് ബ്രാക്ട് പെരിയാന്ത് പോലെ അല്ലെങ്കിൽ പെറ്റല് പോലെ കാണപ്പെടുന്നു എന്നും കൂടിയാണ് ബെന്നറ്റൈറ്റ്സിന്റെ പ്രത്യേകത. നെക്സ്റ്റ് വരുന്നതാണ് വില്യംസോണിയ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് വില്യംസോണിയ. അവയുടെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ അവയുടെ ഈ ഒരു സൈക്കസ് അല്ലെങ്കിൽ സൈക്കഡിയോഡെയിൽസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഷോർട്ട് അല്ലെങ്കിൽ വിഡ്ത്ത് കുറഞ്ഞ ഒരു സ്റ്റെം അല്ലെങ്കിൽ സ്ലെൻഡർ ബ്രാഞ്ചിങ് ആയിട്ടുള്ള സ്റ്റെം ആണ്. ബ്രാഞ്ചസ് ഉള്ള സൈക്കഡിയോഡെയിൽസിൽ വരുന്നതാണ്, സീഡ് പ്ലാന്റിൽ വരുന്നതാണ് വില്യംസോണിയ എന്ന് പറയുന്നത്. അവയുടെ ലീവ്സ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള ലീവ്സ് ആണ്.
ദെൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ആ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഇല്ലേ, ആ ലോങ് ആയിട്ടുള്ള സ്റ്റോക്കിലായിരിക്കും, അവയുടെ ലോങ് സ്റ്റോക്കിലായിരിക്കും മെയിൻ ആയിട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണുന്നത്. ഓക്കെ, വില്യംസോണിയ സ്പീഷീസ് സൈക്കഡ്സ് പോലെയല്ല, അവ ബ്രാഞ്ചഡ് ആണ് എന്ന് പഠിച്ചു വെക്കുക. അവയുടെ സ്ട്രോബൈലി യൂണിസെക്സ് ആയിട്ടും ബൈസ്പൊറാഞ്ചിയേറ്റ് ആയിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒവ്യൂള് കാണുന്നത് ഒരു സെൻട്രൽ റിസെപ്റ്റക്കിളിന്റെ മുകളിലായിട്ടാണ്. then ഇവയുടെയും ബ്രാക്ട് അറേഞ്ച്ഡ് ആണ്, ഒരു ഫ്ലവർ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് ഫ്ലവർ ആയിട്ടുള്ള സ്ട്രക്ചർ യൂണിസെക്ഷൽ അല്ലെങ്കിൽ മോണോസ്പൊറാഞ്ചിയേറ്റ് ആയിട്ടുള്ളതും ബൈസ്പൊറാഞ്ചിയേറ്റ് ആയിട്ടുള്ള കോണും സ്ട്രോബൈലിയും കാണുന്നുണ്ട് എന്നും കൂടി ഈ ഒരു ഗ്രൂപ്പിൽ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു വില്യംസോണിയയുടെ എക്സാമ്പിൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന കാറ്റഗറി ആണ് കെയ്റ്റോണിയേൽസ് എന്ന് പറയുന്നത്. അവ മെയിൻ ആയിട്ട് മിഡിൽ ട്രയാസിക് മുതൽ ലേറ്റ് ക്രെട്ടേഷ്യസ് പീരീഡ് വരെയാണ് അവ ഡെവലപ്പ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അവയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, പ്ലാന്റ്സ് ഹാഡ് ഫേൺ ലൈക്ക് ലീവ്സ് ആണ്, വളരെ കോമൺ ആയിട്ടുള്ളത്. പാമേറ്റ്ലി കോമ്പൗണ്ട് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ്. പാമേറ്റ്ലി കോമ്പൗണ്ട് വിത്ത് 4 ലീഫ്ലെറ്റ്സ്. ഓക്കെ, പാമേറ്റ്ലി കോമ്പൗണ്ട് വിത്ത് 4 ലീഫ്ലെറ്റ്സ് ആണ്. ഒവ്യൂൾസ് ഇവയിലും ക്യൂപ്യൂൾ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ പ്രസന്റ് ആണ് എന്ന് ഓർത്ത് വെക്കുക. സീഡ്സ് അറേഞ്ച് നമ്മൾ കെയ്റ്റോണിയേൽസിലും ടെറിഡോസ്പെർമേൽസിലും ക്യൂപ്യൂൾസ് പ്രസന്റ് ആണ് എന്ന് ഓർത്ത് വെക്കുക. ദീസ് ക്യൂപ്യൂൾസ് ഒരു ഫ്രൂട്ട് പോലെ ഉണ്ടാവും, അതായത് കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു ക്യൂപ്യൂൾസ് ആണ് കെയ്റ്റോണിയേൽസിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അവ ആൻജിയോസ്പേം ആണോ എന്ന് വരെ പണ്ട് സയന്റിസ്റ്റുമാർ ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരു കെയ്റ്റോണിയേൽസിൽ ആ ഒരു ക്യൂപ്യൂൾസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂപ്യൂൾ ആയതുകൊണ്ട് തന്നെ. അവയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീനസ് കെയ്റ്റോണിയ ആണ്. കെയ്റ്റോണിയയുടെ ക്യാരക്ടർ ഇവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. ലീവ്സ് പാമേറ്റ്ലി കോമ്പൗണ്ട് ആണ്. ആ ഒരു ലീവ്സിൽ നമ്മൾ സജൈനോടെറിസ് ടൈപ്പ് എന്നാണ് പറയുന്നത്. അവയുടെ ലീവ്സ് കിട്ടിയിട്ടുള്ള ഒരു ഫോസിലാണ് സജൈനോടെറിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവയുടെ ഫോളിയേജ് എന്ന് പറയുന്നത് സജൈനോടെറിസ്. അവയുടെ ലീവ്സിനെ സജൈനോടെറിസ് എന്നാണ് പറയുന്നത്. ക്യൂപ്യൂൾ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് ഒവ്യൂൾ ഉള്ളത്, അതുകൊണ്ട് അവ ഫ്രൂട്ട് പോലെ തോന്നുന്നുണ്ട്. ആ ഒരു ക്യൂപ്യൂളിന്റെ ഉള്ളിൽ സെവറൽ ഒവ്യൂൾസ് പ്രസന്റ് ആണ്. ക്യൂപ്യൂളിന്റെ ഉള്ളിൽ തന്നെയാണ് പോളൻ ഗ്രെയിൻസ്. അപ്പൊ ഇത് ബൈസ്പൊറാഞ്ചിയേറ്റ് ആണ്. ഓക്കെ, റിസംബിൾസ് പ്രിമിറ്റീവ് ഫ്രൂട്ട് ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കെയ്റ്റോണിയക്ക് ഉണ്ട്. ദെൻ ഇവയുടെ ഫീമെയിൽ ഓർഗൻസിനെ നമ്മൾ കെയ്റ്റോണിയ എന്നും മെയിൽ ഓർഗൻസിനെ കെയ്റ്റോണാന്തസ് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അതും കൂടി നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഫീമെയിൽ പാർട്ടിനെ കെയ്റ്റോണിയ എന്നും മെയിൽ ഓർഗൻസിനെ കെയ്റ്റോണാന്തസ് എന്നും പറയാറുണ്ട്. സോ ഇത്രയാണ് മെയിൻ ആയിട്ട്. ഇതാണ് ആക്ച്വലി ഒരു ജിംനോസ്പോമും ആൻജിയോസ്പോമും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട്, അതായത് ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് അവ തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് കെയ്റ്റോണിയനെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് കെയ്റ്റോണിയയുടെ ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് പെന്റോസൈലേൽസ് ആണ്. പെന്റോസൈലേൽസിന്റെ പേരിൽ തന്നെ ഉണ്ട് പെന്റോ 5, സൈലേൽസ് 5 സൈലം എന്നുള്ള മീനിങ്. അപ്പം ഈ ഒരു പെന്റോസൈലേൽസ് മെയിൻ ആയിട്ട് ജുറാസിക് പീരീഡിലാണ് ഡെവലപ്ഡ് ആയിട്ടുള്ളത്. പെന്റോസൈലോൾസിൽ വരുന്ന എക്സാമ്പിൾ ഏതൊക്കെയാണ്? പെന്റോസൈലോൺ, സാനിയ, നിപ്പാനിയോസൈലോൺ ആണ്. അവയുടെ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കിയാൽ അവ ചെറിയ ട്രീസ് അല്ലെങ്കിൽ ഷ്രബ് ആയിട്ടാണ് കാണുന്നത്. പോളി സ്റ്റീലിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്, അതായത് ഭിത്തിയിൽ തന്നെ കൂടുതൽ സ്റ്റീൽസ് ഉണ്ടായിരിക്കും. ദെൻ ലീവ്സ് സിമ്പിൾ ആൻഡ് ലാൻസിയോൽ ആയിട്ടുള്ള ലീവ്സ് ആണ്. ഒവ്യൂൾസ് സെസൈൽ ആൻഡ് ന്യൂമറസ് ആയിട്ടുള്ള ഫീമെയിൽ ഓർഗൻസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ ആ പേരിൽ തന്നെ ഉണ്ട് അവയ്ക്ക് പെന്റോസൈലോൺ ആണ്. പെന്റോസൈലോൺ എന്ന് പറയുന്നത് സ്റ്റെം. സാനിയ, ഈ നിപ്പാനിയോസൈലോൺ എന്ന് പറയുന്ന സ്പീഷീസ് ഒക്കെ പഠിക്കുമ്പോൾ കൂടുതൽ ക്യാരക്ടേഴ്സ് കൂടി പഠിക്കും. അവയുടെ സ്റ്റെം ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 വാസ്കുലാർ ബണ്ടിൽസ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എക്സാമ്പിൾ വൈസ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് പെന്റോസൈലോൺ ആണ്. ആ ഒരു പെന്റോസൈലോണിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സ്റ്റെം പോളിസ്റ്റീലിക് ആണ്, കുറെ പിത്ത് പ്രസന്റ് ആയിരിക്കും. ആ ഒരു പോളിസ്റ്റീലിക്കിൽ തന്നെ വാസ്കുലാർ സിലിണ്ടർ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? റിംഗ് ലൈക്ക് ആയിട്ടാണ് വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റിംഗ് ലൈക്ക് ആയിട്ടുള്ള സ്റ്റീലിക് കണ്ടീഷനും ആണ്
സൈലോൺ, അതായത് 5 സൈലം ബണ്ടിൽസ് അല്ലെങ്കിൽ വാസ്കുലാർ ബണ്ടിൽസ് ഈ ഒരു പെന്റാസൈലോണിൽ പ്രസന്റ് ആണ്. ചെറിയ ട്രീ അല്ലെങ്കിൽ ഷ്രബ് ആയിട്ടാണ് കാണുന്നത്. സെക്കൻഡറി ഗ്രോത്ത് പ്രസന്റ് ആണ്. ദെൻ ലീവ്സ് സിമ്പിൾ ആണ്. അവയുടെ ആ ഒരു ലീവ്സ് സിമ്പിൾ ആയിട്ടുള്ളതും ഉണ്ട്, വലിയ ലീവ്സ് ഉണ്ട്. ആ ഒരു വലിയ ലീവ്സ് അല്ലെങ്കിൽ ഈ ഒരു ലീഫിന്റെ ഫോസിൽസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിപ്പാനിയോഫില്ലം എന്ന് പറയുന്ന ജനാരയിൽ നിന്നാണ്. ഓക്കെ, സ്ട്രാപ്പ് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ലീഫ് വിത്ത് നല്ല പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു മിഡ് റിബ് ഈ ഒരു ഇതിന് പ്രസന്റ് ആയിരിക്കും. പാരലൽ വീനേഷനും ആണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു പെന്റോസൈലോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് സാനിയയും നിപ്പാനോസൈലോണും. അപ്പൊ സാനിയ എന്ന് പറയുന്നത് ഈ ഒരു പെന്റോസൈലേൽസിൽ വരുന്ന ഫാമിലിയുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഓക്കെ, ഈ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സാനിയ എന്ന് പറയുന്നത്. അവയെ പെന്റോസൈലേൽസിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് സാനിയ. അവയിൽ പ്രസന്റ് ആയിട്ടുള്ള ഒവ്യൂള് സെസൈൽ ആണ്, ന്യൂമറസ് ആണ്, ക്യുപ്യൂള് പ്രസന്റ് ആണ്. ഒവ്യൂൾസ് ഒരു റിസപ്റ്റക്കിൾ ലൈക്ക് ആക്സിസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓർത്തോട്രോപ്പസ് ആയിട്ടുള്ള സീഡും ആണ്. നിപ്പാനിയോസൈലോൺ എന്ന് പറയുന്നത് ഈ ഒരു പെന്റോസൈലോൺ വുഡിനെ, ഫോസിൽ വുഡ് ഓഫ് പെന്റോസൈലോണിനെ നമ്മൾ നിപ്പാനിയോസൈലോൺ എന്ന് പറയാറുണ്ട്. അവയിൽ സെക്കൻഡറി സൈലം വെൽ ഡെവലപ്ഡ് ആണ്, ബോർഡേർഡ് പിറ്റ്സ് പ്രസന്റ് ആണ്, ട്രക്കീഡ്സിൽ പോളിസ്റ്റീലിക് ആയിട്ടുള്ള നേച്ചറും കൂടിയാണ്. ഇതാണ് നിപ്പാനിയോസൈലോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പഠിച്ചത് സൈക്കഡോഫിലിക്കേൽസ് ആണ്. സൈക്കഡോഫിലിക്കേൽസിൽ വരുന്നത് ഒരു ലൈജിനോടെറിസ് ഉണ്ട്, പ്രോട്ടോസ്റ്റീലിക് ആണ്, ഫേൺ പോലെയുള്ള. അവയുടെ ഒവ്യൂളിനെ ലെജേനോസ്റ്റോമ എന്നാണ് പറയുന്നത്. മെഡലോസ വരുമ്പോൾ അത് പോളിസ്റ്റീലിക് ആയിട്ട് മാറി ട്രീ ലൈക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഗ്ലോസോപ്റ്റെറിസ് ടങ് ഷേപ്ഡ് ലീവ്സ് ആണ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ എവിഡൻസ് ആണ്, റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ബെന്നറ്റിറ്റേൽസ്. അതിൽ സൈക്കഡിയോഡിയ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ബാരൽ ഷേപ്പ് ആയിട്ടുള്ള ട്രങ്ക് ആണ്, ബൈസ്പൊറാഞ്ചിയേറ്റ് ആയിട്ടുള്ള സ്ട്രൊബൈലി ആണ്. വില്യംസോണിയ സ്റ്റോക്ക്ഡ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. വില്യംസോണിയ അല്ല എന്ന് പറയുന്നത് വില്യംസോണിയയുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അവ സ്മോൾ പ്ലാന്റ് ആണ്, ഫ്ലവർ ലൈക്ക് സ്ട്രോബിലസ് ആണ്. അത് വില്യംസോണിയയിലും ഏകദേശം അതുപോലെ തന്നെയാണ്. കെയ്റ്റോണിയേൽസില് കെയ്റ്റോണിയ ഒവ്യൂൾസ് ഇൻ ക്യുപ്യൂൾ, ഫ്രൂട്ട് പോലെയായിരിക്കും ഉണ്ടായിരിക്കുക. സോ ആൻജിയോസ്പെർമും ജിംനോസ്പെർമിന്റെയും ഇടയിലുള്ള കണക്റ്റിംഗ് ലിങ്ക് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പെന്റോസൈലേൽസില് പെന്റോസൈലോൺ പോളിസ്റ്റീലിക് ആയിട്ടുള്ള സ്റ്റെം ആണ്. അവയുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ സാനിയ എന്ന് പറയുന്നുണ്ട്. ഫോസിൽ വുഡ് ആണ് നിപ്പാനിയോസൈലോൺ. ഇങ്ങനെ ഓരോ പേര് പറയുന്നത് ഈ ഒരു പെന്റോസൈലോൺ എന്നുള്ള ആ ഒരു ഗ്രൂപ്പിനെ ഹോൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ കുറെ ഫോസിൽ പാർട്ട് കിട്ടിയത് ബേസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് ആയിട്ട് ലിവിങ് ഫോസിൽസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലിവിങ് ഫോസിൽ എന്ന് പറയുമ്പോൾ ഫോസിൽസ് ആൻസെസ്ട്രം മില്യൺ ഇയേഴ്സ് എഗോ ഈ ഒരു പ്ലാന്റ് പ്രസന്റ് ആണ്. പക്ഷെ ഇപ്പോഴും അധികം അഡാപ്റ്റേഷൻ ഉള്ളത് കൊണ്ട് ഇവല്യൂഷണറി ചേഞ്ചസ് വന്ന് ചെറിയ രീതിയിൽ ഇവല്യൂഷണറി ചേഞ്ചസ് വന്നപ്പോഴും അവയുടെ റെപ്രസെന്റേറ്റീവ് ഇപ്പോഴും പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ലോങ് ജിയോളജിക്കൽ ഹിസ്റ്ററി ആണ്. ഫ്യൂ സർവൈവിംഗ് സ്പീഷീസ്, ചെറിയ എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോസിൽ ഫോമുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ആയിരിക്കും അവയുടെ മോർഫോളജി. ജിയോഗ്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ അവയിൽ റെസ്ട്രിക്റ്റഡ് ആണ്. ലിവിങ് ഫോസിൽ എന്നുള്ള ടേം പോപ്പുലറൈസ് ചെയ്തത് ചാൾസ് ഡാർവിൻ ആണെന്നും കൂടി ഓർത്തു വെക്കാം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടതാണ് ജിങ്കോ ബൈലോബ. പെർമിയൻ മുതൽ ഇപ്പോഴും പ്രസന്റ് ആയിട്ടുള്ളതാണ് ജിങ്കോ ബൈലോബ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിവിങ് ഫോസിൽ ആണ്. അവ ഡെസിഡസ് ആയിട്ടുള്ള ഒരു ട്രീ ആണ്. അവയുടെ ലീഫ് എന്ന് പറയുന്നതാണ് ബൈലോബ്ഡ് ആയിട്ടുള്ള ജിങ്കോ ബൈലോബ്ഡ് ആയിട്ടുള്ള ഫാൻ ഷേപ്പ് ആയിട്ടുള്ള ഡൈക്കോട്ടമസ് വീനേഷൻ ഉള്ള ലീവ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അവ ലീവ്സ് എന്ന് പറയുന്നത് ലോങ് ഷൂട്ടിലും ഡ്വാർഫ് ഷൂട്ടിലും പ്രസന്റ് ആണ്. ഡയേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്ന് ഓർത്തു വെക്കുക. അവയില് മെയിൽ കോൺസ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. കാറ്റ്കിന് പോലെ ആയിരിക്കും, ആ ഒരു കാറ്റ്കിന് ഇൻഫ്ലോറസൻസ് പോലെ ആയിരിക്കും മെയിൽ കോൺ കാണാൻ പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുക. ഒവ്യൂള് കാണാൻ ഒവ്യൂള് ബോർഡ്സിനെ പെയർ ഓൺ സ്റ്റോക്ക്. ഓക്കെ, സ്റ്റോക്കിൽ പെയർ ആയിട്ടാണ് ഒവ്യൂള് കാണുന്നത്. സീഡ്സ് വിത്ത് ഒരു ഫ്ലഷി ആയിട്ടുള്ള ഔട്ടർ ലെയറും ഉണ്ടായിരിക്കും. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇവയില് സ്പേം മോട്ടൈൽ ആയിട്ടുള്ള സ്പേംസ് പ്രസന്റ് ആണ്. സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ജിങ്കോയേൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഓൺലി സർവൈവിംഗ് ആയിട്ടുള്ള ഒരു മെമ്പർ ആണ് ജിങ്കോ ബൈലോബ. ഓക്കെ, മോർഫോളജിക്കലി ഫോസിൽ സ്പീഷീസുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട്.
രണ്ടാമത്തത് സൈക്കസ് ആണ്. മെയിൻ ആയിട്ട് മീസോസോയിക് എറയിനെയാണ് നമ്മൾ ഏജ് ഓഫ് സൈക്കാഡ്സ് എന്ന് പറയുന്നത്. അത്രയും അബണ്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഒരു പാം പോലെയുള്ള അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്റ്റെം ആണ്. സൈക്കഡിയോഡേൽസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അവ അവയുടെ ലാർജ് പിന്നേറ്റലി കോമ്പൗണ്ട് ഇതേപോലെ ക്രൗൺ ആയിട്ടുള്ളതായിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുക. ലാർജ് പിത്താണ്, കോർട്ടെക്സും ലാർജ് ആണ്. ദെൻ സൈക്കസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രസന്റ് ഡേ സ്പീഷീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊറലോയിഡ് റൂട്ട് വിത്ത് സൈനോബാക്ടീരിയൽ സിംബയോട്ടിക് അസോസിയേഷൻ പഠിച്ചിട്ടുണ്ട്. ഡയേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ദെൻ അവയില് ഫീമെയിൽ പ്ലാന്റ് മെഗാസ്പോറോഫിൽസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അവ കോൺ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നില്ല. മെയിൽ ആണ് കോൺ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൊട്ടൈൽ ആയിട്ടുള്ള സ്പെർമാറ്റോസോയിഡ്സ് പ്രസന്റ് ആണ്. പ്രിമിറ്റീവ് ആയിട്ടുള്ള ജിംനോസ്പെർമ്സിന്റെ ക്യാരക്ടേഴ്സ് ഈ ഒരു സൈക്കസ് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് മെറ്റാസെക്വയ എന്ന് പറയുന്നത്. അവയുടെ ഫുൾ സ്പീഷീസ് മെറ്റാസെക്വയ ഗ്ലിപ്റ്റോസ്ട്രോബോയിഡ്സ് ആണ്. അവ മെയിൻ ആയിട്ട് മീസോസോയിക് ആയിട്ടുള്ള ഫോസിൽസ് ആണ്. അലൈവ് ആയിട്ട്, അതായത് ആ ഒരു ജീവനോടെ 1941 ഇവയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവയും ഒരു ഡെസിഡ്യൂസ് ആയിട്ടുള്ള കോണിഫറസ് ട്രീ ആണ്. അവയുടെ ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടില്ല. ദെൻ ബ്രാഞ്ചിലെറ്റ്സ് ഡെസിഡ്യൂസ് ആണ്. ഫീമെയിൽ ആൻഡ് മെയിൽ കോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം പ്ലാന്റിലാണ്. ഈ ഒരു മെറ്റാസെക്വയ എന്ന് പറയുന്നത് സ്പെറിക്കൽ ആയിട്ടുള്ള കോൺ ആണ്. അവയെ മറ്റൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്, ഡോൺ റെഡ്വുഡ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മോഡേൺ ടൈംസിലാണ് ഈ ഒരു ലിവിങ് ഫോസിൽ പിന്നെയും റീഡിസ്കവർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വെൽവീഷ്യ ആണ്. വെൽവീഷ്യ മിറാബിലിസ് വളരെ യുണീക്ക് ആയിട്ടുള്ള സീറോഫൈറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നമീബ് ഡിസേർട്ട് അല്ലെങ്കിൽ നമീബ് ഡിസേർട്ടിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ ഒരു ലിവിങ് ഫോസിൽ. വളരെ ഷോർട്ട്, അത്രയും സ്റ്റൗട്ട് ആയിട്ടുള്ള, പുറത്ത് കാണാത്ത ഒരു സ്റ്റെം ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അവയിലെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വലിയ ലീവ്സ് ഉണ്ടായിരിക്കും. അവയുടെ എൻ്റെ ലൈഫ് സൈക്കിളിൽ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള 2 ലീവ്സ് പ്രസന്റ് ആയിരിക്കും. ദെൻ ലീവ്സ് ഗ്രോ കണ്ടിന്യൂസ്ലി ഫ്രം ബേസിൽ നിന്ന്, ലീവ്സ് ബേസ് ആ ഒരു ലീഫ് ആയിരിക്കും നമ്മൾ പുറമെ കാണുന്നത്. ഡിസീഡ്യൂസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ദെൻ ആ ഒരു ലീഫിന്റെ ഉള്ളിൽ കുറെ കോൺ ലൈക്ക് ആയിട്ട് ആ ഒരു മാർജിനിൽ പ്രസന്റ് ആയിരിക്കും. വെസൽസ് ഇൻ സൈലം വെസൽസ് പ്രസന്റ് ആണ്. വെൽവിച്ചേസിയ ഫാമിലിയിൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. പ്രിമിറ്റീവ് ആൻഡ് അഡ്വാൻസ്ഡ് ക്യാരക്ടർ, 2 ക്യാരക്ടറും കാണുന്ന ഒരു ജിംനോസ്പെർം സ്പീഷീസ് ആണ് വെൽവിഷ്യ. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും പോർഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. സോ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. Thank you.